ബാപ്സി ജോസഫ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. കർത്താവിന് വിലപ്പെട്ട ദാസിയെ പാട്ടിനായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥന പാട്ട് നമുക്ക് ആസ്വദിക്കാം. Praise the Lord. Praise the Lord. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശാശ്വത പ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ, ശൈശവ പ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ നീക്കുകയല്ല നായക, ഏകുക നിൻ സമ്പൂർണതം. നീക്കുകയല്ല നായക, ഏകുക നിൻ സമ്പൂർണത. ഉറപ്പിക്കായെന്നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെ പോരും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാലെ പോരും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ ആകയാൻ സ്വന്തമാകുവാൻ. വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ ആകയാൻ സ്വന്തമാകുവാൻ. പൂർണ്ണ പ്രകാശം രക്ഷക, പൂർണ്ണ വിശ്വാസത്തെയും താ. പൂർണ്ണ പ്രകാശം രക്ഷക, പൂർണ്ണ വിശ്വാസത്തെയും നാം. ധീരത്താൽ അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത്താൽ അനേകരും പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാൻ സാക്ഷിയാകുകേ. ധീരത നൽകുകേശുവേ, വീരനാൻ സാക്ഷിയാകുകേ. വാങ്ങുകയല്ല ഉത്തമം, താങ്ങുകയേറെ ശുദ്ധമം. വാങ്ങുകയല്ല ഉത്തമം, താങ്ങുകയേറെ ശുദ്ധമം. എന്നും നിന്നോട് കൂടെ ഞാൻ, എന്നും ജ്ഞാനം നൽകണം. എന്നും നിന്നോട് കൂടെ ഞാൻ, എന്നും ജ്ഞാനം നൽകണം. തേടുവാൻ നഷ്ടമാതിനും, നേടുവാൻ ഭ്രഷ്ടമായതും. തേടുവാൻ നഷ്ടമായതും, നേടുവാൻ ഭ്രഷ്ടമായതും. കണ്ണുനീർത്ത്
സ്നേഹന്ത വന്നു നീ കത്തിക്കാം കണ്ണു നിർവാക്കു സ്നേഹന്ത വന്നു നീ കത്തിക്കാം ഉറപ്പിക്കന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ഉറപ്പിക്കന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞു ശോഭിപ്പാൻ യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൻ കൂടെ താഴുവാൻ യേശുവിൻ കൂടെ വാഴുവാൻ യേശുവിൻ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ യേശുവിൻ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ഉറപ്പിക്കന്നെ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ആമേൻ. Thank you, God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഉടമകളെ സഹായിക്കുന്നു. നല്ല സ്വരവും നല്ല ശബ്ദവും വെക്കാൻ വേണ്ടി പാടുവാൻ ഇത് കൊടുത്തിരിക്കുന്നു. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വം അനുഗ്രഹം നമുക്ക് എല്ലാം മക്കളുടെ മേൽ ദൈവം വളർന്നു. ഹല്ലേലൂയ സ്തോത്രം. പാട്ടോടെ അവരുടെ നാമത്തെ തിരുപ്പാൻ ഹോമിക്ക് പുതിയ പാട്ട് പാടുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഭാഗ്യമായിട്ട് സ്തോത്രത്തിനായി മറികടക്കുന്ന കർത്താവിനോട് ഉപകാരങ്ങൾ നൽകുക ലോകസംഭവങ്ങൾ ഉയർച്ചകൾ എല്ലാ അനുഗ്രഹ സമൃദ്ധിയും പറയുന്ന മഹാരാജാവിന് പാടുവാൻ സ്വന്തനായി തീർന്നല്ലോ. ദൈവസമിക്കും ആലമീയ ദൈവത്തിനും പ്രവർത്തനം അനുഗ്രഹിച്ചുള്ളതാക്കി ദൈവം മക്കളെ നിർത്തിയിരിക്കുന്നല്ലോ. നമ്മുടെ മക്കളെ ദാസിനെയും മാസിയ മക്കളെയും ഇവരെ കുടുംബമായി അനുഗ്രഹിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവകൃപയും അഭിഷേകവും അധികമായി പകരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആ പാട്ടിന്റെ ഓരോ വരികൾ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. യേശുവെ പോലെ ജീവിപ്പാൻ യേശുവിന്റെ ഹല്ലേലൂയ വഴിയിൽ ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും കർത്താവിന്റെ വഴിയിൽ അല്ലെങ്കിൽ യാത്ര തുടരുവാൻ അത് മാത്രമല്ല സർവഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിനെ നോക്കി യാത്ര തുടരുവാൻ നമുക്ക് എല്ലാവർക്കും ഇവിടെയായി തീരുന്ന രാത്രികാലം വചന സംസാരിച്ച ദൈവഭക്തിയെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാകുന്നു. ഹല്ലേലൂയ. ശരിയായ നിലയിൽ കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ തിരുവചനത്തിന്റെ പൊരുൾ തിരിച്ച് വചനം ശുശ്രൂഷിക്കുന്നല്ലോ. പരിശുദ്ധാത്മ നിയോഗത്താൽ കർത്താവ് പറഞ്ഞത് എന്നെ തിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തിലും രാത്രിയിലും ദൈവശബ്ദം നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം വചന കേൾവിയിലുള്ള വിടലോട് രോഗസൗഖ്യം അനുഗ്രഹ സമൃദ്ധി സന്തോഷം സ്വസ്ഥത സമാധാനം എല്ലാ വാക്യത്തെ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാവുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന് വിലപ്പെട്ട വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവിൽ നിന്ന് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയം കർത്താവിന്റെ പുണ്യപാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പൽക്കാലം മുഴുവനും ഞങ്ങളെ കർത്താവ് പാർക്കാത്ത് പരിപാലിച്ചു. ഞങ്ങളുടെ പോക്കിലെ വരവിലെല്ലാം കർത്താവ് സഹായിച്ചു. കർത്താവെ, വീണ്ടും കർത്താവിന്റെ നാമത്തിൽ സമയത്ത് കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിരുന്ന് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് തന്ന സാവകാശത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു.
കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ രക്ഷിച്ച് കർത്താവ് വഴി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എപ്പോഴും കർത്താവെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കൂടെ ഉള്ള കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി എല്ലാം ഞങ്ങൾ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഈ ജനം നിന്റെ സന്നിധിയിൽ സന്തോഷിച്ച് ആനന്ദിക്കട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വചനം കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനം നൽകി തരുവാനും ഞങ്ങൾക്ക് സമാധാനവും വിടുതലും ആശ്വാസവും കണ്ടെത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭവനങ്ങളും ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭവനങ്ങളും ദൈവ പ്രവൃത്തി വെളിപ്പെട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ പാട്ടിൽ കൂടെ കേട്ടതുപോലെ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും പോരാടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ ഞങ്ങളുടെ ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നപ്പാ. ക്രിസ്തുവിന്റെ മനോഭാവം ഞങ്ങൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. വിശ്വാസവും പ്രത്യാശയും സ്നേഹമുള്ളവരായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഞങ്ങളുടെ തലമുറയെ ദൈവം സഹായിക്കണമേ. ക്രിസ്തുവിൽ വളർന്ന് വർദ്ധിച്ചു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം. കുടുംബമായ കർത്താവെ, മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പാട്ടുപാടിയ പ്രിയ സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വചനവുമായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ദൈവത്താൽ ഉപദേശിക്കുന്ന സമാധാനം വലുതായിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ലോകമെമ്പാട് സത്യസുവിശേഷം അറിയിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അപ്പോൾ തന്നെ കർത്താവെ, ഇതിന് സ്വാതന്ത്ര്യമില്ലാതെ അനേക കഷ്ടതയിലും അനേക ജയിലറിയിലും കർത്താവെ, അണ്ടർഗ്രൗണ്ട് ചർച്ചിലും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, അവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഓർക്കുവാണ്. കർത്താവെ, ആരാധിക്കാൻ നിന്റെ ജനത്തെ വിട്ടയക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദേശങ്ങൾ, രാജ്യങ്ങൾ, കുടുംബങ്ങൾ കർത്താവെ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങപ്പെട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ തലമുറയോട് ദൈവം കരുണ കാണിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരണമേ, ഞങ്ങളുടെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൽ വളർന്ന് വർദ്ധിച്ചു വരുവാൻ, ക്രിസ്തുവിൽ ജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ തലമുറയെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ക്രിസ്തുവിന്റെ പുത്രങ്ങളായി ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവെ, നല്ല ഫലം കായ്ക്കുവാൻ, നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. സന്ധ്യാസമയം കർത്താവെ, കടന്നു വന്നിരിക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാത്തവര് ദൈവിക സമാധാനം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അല്ലെങ്കിൽ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വചനത്തിലുള്ള അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞ കർത്താവെ, നിന്റെ വചനം കർത്താവെ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ്, ഒന്ന് പാദപ്പെടുത്തിലിരിക്കുന്ന കർത്താവ്, ദൈവശബ്ദം ഞങ്ങളെ കേൾക്കണം. ഞങ്ങളോട് മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണം. ദൈവത്തോടും ദൈവവചനത്തോടും പ്രേമമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അനുസരണത്തിന്റെ മക്കളായി ജീവിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുറ്റങ്ങളെ ക്ഷമിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപയോടെ കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാലം വചനം സംസാരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമട്ടം
ഫിലഡൽഫിയ സിറ്റിയിൽ നിന്നും ഹല്ലേലൂയ ദൈവനെ ശുശ്രൂഷിക്കുമ്പോൾ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. മഹാദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങൾ ഉത്തമമാകും. സന്തോഷവും സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹ സമൃദ്ധി നമ്മെ സമൃദ്ധിയായി ദൈവം പകർന്നുകൊണ്ടിരിക്കാവും. ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ഉക്കലോമ പ്രേരണയിലേക്ക് ആദരവോടും സ്നേഹത്തോടും കൂടെ ക്ഷണിക്കുന്നു. നമുക്ക് ഭയമുക്തിയോടും പറയലോടും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വൈകിയ വേളയിൽ നമുക്ക് തിരുപാദമയുടെ അടുത്തു വരുവാൻ തക്ക ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അടുത്ത് വന്ന് അന്വേഷിച്ചോട് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതൊക്കെ എന്ത് നമുക്ക് വേണ്ടി കേട്ട ഉത്തരവല്ല നമ്മെ സഹായിക്കും ദൈവമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുടെ മുത്ത് ദൈവം വിടുതൽ തന്ന് നമ്മളെ നടത്തി. എന്നാൽ ഇനിയും നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ ജയകരമായി നടത്തുന്ന ദൈവമാണ്. ആ ദൈവങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ പ്രിയദാസന്റെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേവദാസനെ പിന്നെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം പ്രാർത്ഥന ദേവദാസ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പാട്ടോടി വെബ്സൈറ്റ് കരങ്ങളിൽ ഏൽപ്പിക്കും. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. ഈ പ്രയർ ലൈനിന് ലീഡർഷിപ്പ് കൊടുത്തു വരുന്ന തോൻദാസൻ, സാക്ക്, അതുപോലെ ബിജി, കുഞ്ഞുങ്ങള്, മാതാവ് എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രവർത്തനം മുതൽ അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോരുത്തരുമായി സ്ഥാനത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാന്, ദൈവ ശബ്ദം കേൾപ്പാന് ഇന്ന് രാത്രി കാലത്ത് വിടുതൽ കണ്ടെത്തിവന്നക്കണം ഇടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മള് ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ 17ാമത്തെ സ്റ്റഡിയിലാണ്. ഈ 17ാമത്തെ സ്റ്റഡിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മള് അതിന്റെ ഫിലിപ്പിയ ലേഖനം 2ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് ഈ രാത്രികാലം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫിലിപ്പിയ 2ാം അധ്യായം 14-15 വാക്യങ്ങളിലാണ് ചിന്തിച്ചത്. ഇന്ന് രാത്രികാലം 2ാം അധ്യായം 16 മുതൽ 22 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളുടെ കൂടെ എല്ലാവരുടെയും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോട് സന്തോഷിപ്പീൻ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ടയക്കാം എന്ന് കർത്താവ് യേശു ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യയുക്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്ര എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നല്ലോ. All family to the word of life, then on the day of Christ's return I will be proud that I did not run the race in vain and that my work was not useless, but I will rejoice even if I lose my life, pouring it out like a liquid offering to God, just like your faithful service is an offering to God. And I want all of you to share that joy. Yes, you should rejoice, and I will share your joy. If the Lord Jesus is willing, I hope to send Timothy to you soon for a visit. Then he can cheer me up by telling me how you are getting along. I have no one else like Timothy who genuinely cares about your welfare. All the others care only for themselves and not for what matters to Jesus Christ. But you know how Timothy has proved himself like a son with his father. He has served with me in preaching the good news. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ലെന്ന് ക്രിസ്തു നാളിലേക്ക് പ്രശംസ ഉണ്ടാവും. ഒരു വാക്ക് പ്രാർത്ഥിച്ചു ദൈവവാദിന്റെ സൂക്ഷിച്ചിട്ട് കടക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല വഴി വിളക്കായി പിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധാനം അടുത്ത് വരുവന്തക്കണം. രാത്രികാലം അവിടെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഈ രാത്രികാലം മനസ്സിലായിരിക്കുമ്പോൾ അടിങ്ങളുടെ ഉള്ളങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമാറാണത്. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഉള്ളങ്ങൾ ആഴത്തിൽ ഇടപെടുവാൻ അത് ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതൽ കാരണത്തിൽ റെഡിയാക്കണമേ. ഞങ്ങൾ ആ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ, ഓരോരുത്തരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ കാലം അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് എന്താണോ അത് ഞങ്ങളെ കേൾക്കുവാനും അത് ഞങ്ങളെ ഏറ്റെടുക്കുവാനും അത് ഞങ്ങളുടെ ദൈവത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയാക്കണമേ. അടിയെ തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ കുറവേയും മറക്കണം, വരവേൽക്കണമേ. യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു, കേൾക്കണം. പിതാവേ,
അങ്ങനെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന് ക്രിസ്തു നാൾ എനിക്ക് പ്രശംസ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒരു സാക്രിഫിഷ്യൽ സർവീസിനെ പറ്റിയാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു വരുന്നത്. പൗലോസിന്റെ സുവിശേഷ യജ്ഞത്താൽ ആരംഭിച്ച് നട്ടുവളർത്തി പരിപോഷിപ്പിച്ചു കൊണ്ടുവന്ന ഫിലിപ്പിയിലെ സഭ അവർക്ക് ലഭിച്ച രക്ഷയ്ക്ക് അനുസരണമായി പ്രവർത്തിക്കുകയും ജീവന്റെ വചനം മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ട് ക്രിസ്തുവിന്റെ പ്രകാശത്തെ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ തങ്ങളിലൂടെ പ്രകാശിപ്പിക്കുകയും ചെയ്തതിനാൽ ത്യാഗപരമായ പൗലോസിന്റെ ശുശ്രൂഷ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വൃതമായി പോയില്ല എന്ന ഉറപ്പായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെയുമല്ല, പൗലോസ് അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഒരു സുവിശേഷ വേലക്കാരന്റെ പ്രാർത്ഥന, സമർപ്പണം, ത്യാഗം, കഠിനാധ്വാനം എന്നിവയേക്കാൾ അതുപോലെ ഉണ്ടാകുന്ന ഫലപ്രാപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം ആളുകളെ കർത്താവിന് വേണ്ടി നേടുന്ന ഒരു സുവിശേഷകനെ ആളുകൾ നേരിട്ട് അറിയില്ലെങ്കിലും ഫലം കണ്ടിട്ട് ആ മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്, ആത്മീകനാണ്, കഠിനാധ്വാനി എന്നൊക്കെ ആരും മറ്റുള്ളവർ പറയുക. മത്തായി സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് പറഞ്ഞത് അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നാണ്. 1 തെസ്സലോനിക്കർ 2:19-20 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാകിരീടമോ ആർ ആകുന്നു, നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പൊ നീതിമാന്മാരുടെ പ്രവർത്തികൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന പ്രശംസാ കിരീടം തനിക്ക് ലഭിക്കുമെന്ന ഉറപ്പാണ് പൗലോസിനുണ്ടായിരുന്നത്. പലരുടെയും ഓട്ടവും അധ്വാനവും വൃഥാവായി പോകുമ്പോൾ തന്റെ ശുശ്രൂഷയുടെ മൂല്യം അന്ന് വെളിഭാഗം എന്നാണ് അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നത്. വചനം സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഓട്ടവും അധ്വാനവും വൃഥാവായി പോകാതിരിക്കുവാൻ സൂക്ഷ്മതയോടെ ദൈവഭക്തിയോടെ ഓടുന്നതായി നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-8 വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. അപ്പൊ ഒരുവന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള അധ്വാനം ഫലപ്രദമായിരുന്നോ എന്നും അതിന്റെ ലക്ഷ്യം അഥവാ മോട്ടീവ് ദൈവനാമത്വമായിരുന്നോ എന്നും വെളിപ്പെടുന്ന അവസരമാണ് ക്രിസ്തുവിന്റെ നാൾ. പ്രത്യേകാല ആ മോട്ടീവ് എന്നുള്ള പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുവിശേഷ വേലക്കാരായിരിക്കുന്നോ അല്ലെ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവരോ തങ്ങളുടെ ആ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആ മോട്ടീവ്, ലക്ഷ്യം അല്ലെങ്കിൽ ആ ഇന്റൻഷൻ എന്താണത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പലപ്പോഴും പലരും സുവിശേഷ വയൽ പ്രദേശത്തിൽ ഇറങ്ങിയിട്ട് അത് തങ്ങളുടെ നാമത്തിനായിട്ട് വിവിധ നിലകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതിലൂടെ ദൈവനാമം മാത്തു കൊടുക്കത്തില്ല, അങ്ങനെയുള്ളവരുടെ നാമമായിരിക്കും മാത്തു കൊടുക്കുക. അതുകൊണ്ടാണ് ആ മോട്ടീവ് എന്നുള്ളൊരു ഘടകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാം എന്ത് ചെയ്താലും അതിന്റെ മോട്ടീവ് അത് ദൈവനാമത്തിന്റെ മഹത്വമായി ആണോ എന്നുള്ളത് ഉറപ്പാക്കി നമ്മൾ മുന്നോട്ട് വരടിയായി തീർന്നാലും തീർച്ചയായും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനും നമുക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരുന്ന സംശയമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ നാളിനെ കാത്തു ജീവിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തെ പ്രധാനമായും 3 ദൃഷ്ടാന്തങ്ങളുടെ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ വിലയിരുത്തിയിട്ടുണ്ട്. 1, ജീവിതം ഒരു ഗൃഹ വിചാരകത്വമാകുന്നു. അപ്പം 1 കൊരിന്ത്യർ 4:1-2 വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങള് ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവവും മർമ്മങ്ങളുടെ ഗൃഹ വിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗൃഹ വിചാരകന്മാരിൽ അന്വേഷിക്കുന്നു അവർ വിശ്വസ്തരായിരിക്കണം. സ്റ്റുവാർഡ്സ് ഗൃഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നു അവർ വിശ്വസ്തരായിരിക്കണം. അവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ ഭീമാസനത്തെ അഭിമുഖീകരിക്കുമ്പോൾ വ്യക്തിപരമായി തങ്ങളുടെ പ്രവൃത്തിയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമർക്ക് ലേഖനം 14:10, 11, 12 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം നമ്മൾ ക്രിസ്തു നയിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ജീവിതം ഒരു കെട്ടിട നിർമ്മാണം പോലെയാണ് എന്ന് പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മള് എനിക്ക് ലഭിച്ച ദൈവകൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും.
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര. അപ്പം ഒരുവന്റെ പ്രവൃത്തി അത് വിലയുള്ളതോ വിലയില്ലാത്തോ എന്ന്, അഥവാ നശ്വരമോ അനശ്വരമോ എന്ന് അന്ന് ശോധന ചെയ്യും. ഒന്നുകിൽ നമ്മുടെ ആത്മീയ കെട്ടുപണികൾക്ക് പ്രതിഫലവും പ്രശംസയും ലഭിക്കും, അല്ലെങ്കിൽ പ്രവൃത്തികൾ വെന്തിരിഞ്ഞ് പ്രയോജനശൂന്യമാകും എന്നാണ് ആയിപ്പോകുമെന്നാണ് അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണം, ത്യാഗം, കഠിനാധ്വാനം, ആ ലക്ഷ്യം അഥവാ മോട്ടീവ് എല്ലാം ദൈവനാമത്തിനായി ഇരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മൂന്നാമത്തെ കാര്യം അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്ന ജീവിതം ഒരു മത്സര ഓട്ടം ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തൊക്കൊണ്ട് ഓടുവിൻ. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത് തന്നെ. അപ്പൊ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയും ക്രിസ്തീയ ജീവിതവും ഓട്ടക്കളത്തിലെ ഓട്ടത്തോട് ഈ വാക്യത്തിൽ താരതമ്യം ചെയ്തിരിക്കുകയാണ്. ക്രിസ്തു യേശുവിൻ ദൈവത്തിന്റെ പരമവിളുടെ ബിരുദ ആണ് ഓട്ടത്തിന്റെ പരമലക്ഷ്യം. ഓട്ടം തിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ തങ്ങളുടെ നീതിயின் കിരീടം പ്രാപിക്കേണ്ടതായി തീരും. 2 തിമോഥെയോസ് 4:7 പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നാണ്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു ആരംഭമുണ്ട്, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു പാതയുണ്ട്, ക്രിസ്ത്യ ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട്, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ഫലപ്രാപ്തിയുമുണ്ടെന്നായിരുന്നു നാം മറന്നു പോകരുത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭമുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. എന്നാൽ യാത്രയുടെ ആരംഭം മാത്രമേ ആവുന്നുള്ളൂ. അതുപോലെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു പാതയുണ്ട്. ഓട്ടക്കാരന് ഓടേണ്ടതിന് കൃത്യമായ ഒരു പാതയുള്ളതുപോലെ ഞാനാണ് വഴി എന്ന് പറഞ്ഞ യേശു ക്രിസ്തു കാട്ടിത്തുന്ന പാതയാണത്. ആ പാതയിലൂടെയാണ് നാം നമ്മുടെ യാത്ര തുടരേണ്ടത്. നാം ഓടേണ്ട പാതയിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് നമ്മുടെ വഴിതെറ്റിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ആ പാത തെറ്റിപ്പോകാതെ യാത്ര തുടരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പാതയിലൂടെ ഓടേണ്ടതിന് നാം തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ ഒളിമ്പിക്സിലൊക്കെ ഓടുന്നവര് ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ച് മത്സരത്തിന് പോകാൻ പോകുന്നതല്ല, അതിന് കഴിയത്തില്ല. അതിന് ഏറെ നാളത്തെ കഠിന പരിശ്രമവും പരിശീലനവും ആവശ്യമാണ്. അതുപോലെ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുന്നവര് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും പ്രായോഗിക ജീവിതത്തിൽ ദൈവജനത്തിന്റെയും ലോകക്കാരുടെയും മധ്യത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ ലാക്കാക്കിയാണ് അവർ ഓടുന്നത്. ഓട്ടത്തിനിടയിൽ അല്പമെങ്കിലും പാത തെറ്റിയാൽ ഓടുന്നയാളിന് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകും, അല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓട്ടത്തിനിടയിൽ അല്പമെങ്കിലും ശ്രദ്ധ മാറിപ്പോയാൽ ഓടുന്നയാളിന് ബിരുദ പ്രാപിക്കാൻ കഴിയാതെ പോയേക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വിമാനം, ഒരു ഫ്ലൈറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ പോകേണ്ടുന്ന ദിശയിലേക്ക് വാഹനം മുൻപോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റ് വിമാനങ്ങളുമായി കൂട്ടിയിടിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ആ വിമാനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചിത ഉയരത്തിൽ ഗ്രൗണ്ട് കൺട്രോളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു പ്രത്യേക പാതയിലൂടെ പോയെങ്കിലേ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് അത് തക്ക സമയത്ത് ചെന്നതേ ഉള്ളൂ. എന്നാൽ ആ വിമാനം യാത്ര പുറപ്പെടുമ്പോൾ അതിന് പോകേണ്ട ആ ദിശയിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനമുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും തോറും അത് എത്തേണ്ട സ്ഥാനത്ത് നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം തുടക്കത്തിൽ തന്നെ അതിനൊരു ചെറിയ വ്യതിയാനം ഉണ്ടായിരുന്നു. അവസാനം ലക്ഷ്യസ്ഥാനത്തിന് പകരം വിദൂരത്തിൽ മറ്റോടുകയായിരിക്കും ചെന്നെത്തുക. ഇതുപോലെയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നാം ഓടേണ്ട പാതയിൽ നിന്ന് നാം അല്പമെങ്കിലും മാറിപ്പോയാൽ നമുക്ക് ആ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കും, ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയാതെ പോകും. അവസാനം നാം ഓടിയതും അധ്വാനിച്ചതെല്ലാം വൃഥാവായി തീർന്നെന്ന് വരാം. 2 തിമോഥെയോസ് 2:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പൊ ദൈവജനത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായല്ലാതെ, ദൈവജനം പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചല്ലാതെ ക്രിസ്തീയത നയിക്കുന്നവർക്ക് അവരുടെ ആ ദൈവം പറയുന്ന ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഫലപ്രാപ്തിയുണ്ട്. ദൈവജന പ്രകാരം ക്രിസ്തീയത നയിക്കുന്ന ഒരു വിശ്വാസി തന്റെ ജീവിതാന്ത്യത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എന്തായിരുന്നുവോ തന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യം വെച്ചത് അത് പ്രാപിക്കുന്ന ഇടയായിത്തീരും. ദൈവജന പ്രകാരം മുന്നോട്ട് പോകുന്നൊരു വ്യക്തി, ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിഭൂമിയിൽ അധ്വാനിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് തനിക്ക് പ്രതീക്ഷിക്കുന്ന തക്കതായ ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടാകും. അതിനുവേണ്ടി രാപ്പകലൊന്നില്ലാതെ തക്ക സമയത്ത് വളവും വെള്ളവും മറ്റെന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നൽകി അതിനെ പരിപാലിക്കും. അങ്ങനെ തന്റെ മുഴുവൻ സമയവും അധ്വാനവും എല്ലാം തന്റെ കൃഷിക്ക് വേണ്ടി ചെലവിടുമ്പോഴാണ്
തക്ക സമയത്ത് തന്നെ ഫലം പ്രാപിക്കേണ്ടിയായി തീരുന്നത്. എന്നാൽ ഇങ്ങനെ താല്പര്യത്തോടെ തന്റെ കൃഷികാര്യങ്ങൾ നോക്കി പരിപാലിക്കുന്നതിന് പകരം കൃഷിക്കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാതെയും തക്ക സമയത്ത് വേണ്ട വെള്ളവും വളവും നൽകാതെയും രോഗപ്രതിരോധത്തിനായി ആവശ്യമായിട്ട് ചെയ്യാതെയും ഇരുന്നാൽ ഫലപ്രാപ്തി ഉണ്ടാകില്ലെന്ന് മാത്രമല്ല അതിന് മുന്നേ തന്നെ ആ കൃഷി നശിച്ചു പോകാനിടയായി തീരും. ഇതുപോലാണ് ക്രിസ്തീയ ജീവിതവും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാഗികമായ ഒരു ക്രിസ്തീയ ജീവിതമല്ല, ഒരു പാർട്ട് ടൈം ക്രിസ്ത്യൻ ലൈഫ് അല്ല, പിന്നെ ഒരു മുഴുസമയ ക്രിസ്തീയ ജീവിതമാണ്, ഒരു ഫുൾ ടൈം ക്രിസ്ത്യൻ ലൈഫാണ്. പാർട്ട് ടൈം ക്രിസ്തീയ ജീവിതം നയിക്കുന്നവര് ഞായറാഴ്ച സഭാരാധനയ്ക്ക് പോയെന്ന് വരുത്തും, എന്നാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ തങ്ങൾക്ക് ബോധിച്ച പോലെ ജീവിക്കും. ദൈവത്തോടോ ദൈവത്തോടോ വലിയ താല്പര്യമോ സ്നേഹമോ ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തീയ ജീവിത നിമിത്തമായി കഷ്ടത നേരിടാൻ സാഹചര്യം ഉണ്ടായാൽ ക്രിസ്തീയ ജീവിതത്തെ തള്ളി പറയുവാനും ഇക്കൂട്ടർ മടി കാണിച്ചെന്ന് വരത്തില്ല. മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിന് 19 വാക്യങ്ങൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വിതയ്ക്കുന്ന രൂപ ഈ തരത്തിൽ വളരെ അർത്ഥവത്താണ്. അതിന്റെ 19 വാക്യങ്ങളിൽ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്ര വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവം നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാവുന്നു. എന്നിട്ട് പറയും 23-ാം വാക്യത്തിൽ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ആ വചനം കേട്ട് അത് ഗ്രഹിച്ച് അതിൻ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ നിശ്ചയസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ഈ വാക്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാക്യങ്ങളാണല്ലോ. എന്നാൽ ഒരു മുഴുസമയ ക്രിസ്ത്യൻ, ഒരു ഫുൾ ടൈം ക്രിസ്ത്യൻ ദൈവപ്രകാരം എല്ലായ്പ്പോഴും ജീവിക്കുന്നു മാത്രമല്ല, താൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും എല്ലാം താൻ ഉറ്റ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോട് ദൈവവും സംസാരിക്കും, അവർക്ക് ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെയുള്ളവരെയാണ് ദൈവം തന്റെ നാമത്തിനായി കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാകാം, ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നത് എന്ന് ആർക്കും സംശയം ഉണ്ടെങ്കിൽ, ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് ഉറങ്ങുമ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരാണ് ദൈവം സ്വപ്നങ്ങളുടെയും ദർശനങ്ങളുടെയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്കാണ് മറഞ്ഞിരിക്കുന്നതും വരുവാൻ പോകുന്നതായ കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവർ ഉറക്കത്തിലും ദൈവശബ്ദം കേൾക്കിടയായിത്തീരും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരാണ് തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫലപ്രാപ്തി പ്രാപിക്കേണ്ടിയായിരുന്നത്. അപ്രകാരമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മുഴുസമയ ക്രിസ്ത്യാനിയായിരിക്കാനുള്ള അതിയായ വാഞ്ച നമ്മിലുണ്ടാകുവാനും അങ്ങനെ തന്നെ നാം ഓരോരുത്തരുമായി തീരുവാനും ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 17, 18 വാക്കിൽ നിങ്ങൾ വായിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന സൂക്ഷിയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. ഇവിടെ പാനീയകമായി ഒഴിക്കപ്പെടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പിനെ കുറിച്ചുള്ള പൗലോസിന്റെ സ്നേഹവും പരിഗണനയും 17-ാം വാക്യത്തിന്റെ വാക്കുകളുടെ പ്രകടമാകുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന സൂക്ഷിയിൽ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന് ശേഷം പൗലോസിന്റെ ജീവിതം എക്കാലത്തെയും ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഒരു ഉത്തമ മാതൃകയായിട്ടുള്ള ജീവിതമാണ്. ഈ കാലങ്ങളിലും ഇതുപോലെ ഉള്ള നേതാക്കന്മാര് എഴുന്നേൽക്കേണ്ടത് ഇന്നത്തെ സഭയുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. ആ വിശ്വാസ ലോകത്ത് തളർച്ചയും തകർച്ചയും അല്ലെങ്കിൽ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പൗലോസിനെ പോലുള്ള ചിലരൊക്കെ ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നേരായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ വളർന്നു വരുന്ന യുവതലമുറയെ സ്നേഹിക്കുവാനും അവരുടെ മുമ്പാകെ ത്യാഗപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനും നാം ഉൾപ്പെടെ തയ്യാറായിട്ടിരിക്കുന്നു. അതാണ് പൗലോസിന്റെ ജീവിതത്തിൽ കാണുന്നത്. തിമോത്തിയോസിനെ പോലുള്ള ചെറുപ്പക്കാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന പൗലോസിന്റെ ത്യാഗോത്മകമായ സ്നേഹവും വിനയവും അധ്വാനവും നിസ്വാർത്ഥമായ സേവന മനോഭാവവും സ്വയത്യാഗവുമാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ നേതാവിന്റെ ലക്ഷണമെന്ന് കാണാൻ സാധിക്കുന്നത്. മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാര് വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവര് അങ്ങനെ അവരെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രമായിരിക്കുന്നത്. പിന്നെയോ അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും സൂക്ഷിക്കുവാനും തയ്യാറുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അത് മാത്രമല്ല ആ വിശ്വാസ സമൂഹത്തിന് പിൻഗമിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മാതൃക പുരുഷന്മാരുമായിരിക്കണം. യേശുക്രിസ്തു ആണ് നമ്മുടെ മാതൃക പുരുഷനെ പിൻപറ്റുന്നവരൊക്കെയും തന്നെ പോലെ ആയിരിക്കണം. ഹല്ലേലൂയ. മത്തായി ശേഷം 20-ാം അധ്യായം അതിന്റെ 27, 28 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മാതൃകയെ കുറിച്ച് വായിക്കുന്ന ഇപ്രകാരം: നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം നിങ്ങളുടെ ദാസൻ ആകണം,
മനുഷ്യപുത്രൻ സൂക്ഷിപ്പാനല്ല സൂക്ഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരും പിൻപറ്റുന്ന നല്ല മാതൃക. 17-ാം വാക്യത്തില് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസവും തദനുസരണമായ പ്രവൃത്തികളും ഞാൻ ദൈവത്തിന്റെ യാഗമായി സമർപ്പിക്കുകയാണ്. ആ യാഗത്തിന്മേൽ എന്റെ ജീവരക്തം ഒഴിക്കേണ്ടി വന്നാലും, അഥവാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയായി തീരേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. എന്റെ സന്തോഷത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും പങ്കുകാരാക്കുകയും ചെയ്യും. ഇതാണ് പറയുന്നത്. 2 തീമോഥെയോസ് ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അപ്പൊ താനിപ്പോൾ ആയിരിക്കുന്ന തടവിൽ നിന്നും തനിക്കെതിരായുള്ള നിയമ നടപടിയിൽ നിന്നും തനിക്ക് വിടുതൽ ലഭിച്ച് മോചിക്കപ്പെടുമെന്നാണ് പൗലോസ് വിശ്വസിക്കുന്നത്. അങ്ങനെ താൻ തടവിൽ നിന്നും മോചനം പ്രാപിച്ചാലും ക്രിസ്ത്യാനികൾക്കെതിരായുള്ള പരാതികളൊക്കെ അധികാരികൾ മെനഞ്ഞെടുക്കുമ്പോൾ അതിനെല്ലാം അവർ കുറ്റക്കാരായി കണ്ട് തടവിലാക്കുന്നതും ശിക്ഷിക്കുന്നതും നേതൃത്വത്തിൽ നിൽക്കുന്നവരെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ തടവിൽ നിന്ന് മോചനം പ്രാപിച്ചാലും പിന്നെയും അധികാരികൾ തന്നെ തടവിലാക്കുമെന്നും അവസാനം തനിക്കെതിരായി തന്നെ അവർ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നും പൗലോസിന് അറിയാമായിരുന്നു. ഈ യഹൂദ ആരാധനയില് യാഗത്തിൽ അതിന്റെ ഒരു ഭാഗമാണ് ദൈവത്തിന് സമർപ്പിക്കുന്ന പാനീയയാഗം. വൈന് അല്ലെങ്കിൽ വൈൻ എന്ന് പറയുന്നത് അവരുടെ അധ്വാന ഫലത്തെ കാണിക്കുന്നതാണ്. അതാണ് പാനീയമായി സമർപ്പിക്കപ്പെടുന്നത്. ഇവിടെ പൗലോസ് തന്റെ അന്ത്യത്തെ ഒരു പാനീയ യാഗത്തോട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. ദാഹിക്കുന്ന ആളിന് കുടിക്കാനായി ഒരു പാത്രത്തിൽ അവസാന തുള്ളി വെള്ളവും പകർന്ന് നൽകുന്നത് പോലെ തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും അവസാന ശ്വാസവും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായും ജീവിതങ്ങളുടെ വിടുതലായും ദൈവനാമത്തിനായി പകർന്നു നൽകുവാൻ ഒരുങ്ങിയിരിക്കുന്നതായി പൗലോസിനോട് പറയുന്നു. സുവിശേഷ നിമിത്തമായി കൊല്ലപ്പെട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും അതും സുവിശേഷത്തിന് പ്രയോജനമുള്ള കാര്യമായി മാറുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. മറ്റൊരു വസ്തുത, അക്കാലത്ത് യേശുക്രിസ്തു ഉൾപ്പെടെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ റോമൻ ഭരണകൂടം ക്രൂശിക്കാനിടയായി ചേർത്തിട്ടുണ്ട്. എന്നാൽ റോമ പൗരനായിരിക്കുന്ന ഒരാളെ നീചമരണമായ ക്രൂശുമരണത്തിന് വിധേയമാക്കുവാൻ നിയമം അനുവദിച്ചിരുന്നില്ല. ക്രൂശുമരണത്തിന് പകരം റോമ പൗരന്മാർക്ക് ശിരച്ഛേദം ആയിരുന്നു ശിക്ഷയായി നൽകിയിരുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ ശിരസ് ഛേദിക്കപ്പെടുമ്പോൾ ആ മുറിവിൽ നിന്നും രക്തം ധാരാളമായി പുറത്തേക്ക് പ്രവഹിക്കേണ്ടതായി തീരും. അങ്ങനെ തന്റെ ജീവന്റെ അവസാന തുള്ളിയും സുവിശേഷത്തിന് വേണ്ടി ഒഴിച്ചു കളയുന്നതിനിടയാവും. ഇക്കാര്യം കൂടി മനസ്സിൽ കണ്ടിട്ടാകാം പൗലോസ് പറയുന്നത് പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറയാനിടയായി തീർന്നത്. ഹല്ലേലൂയ. തങ്ങളുടെ ആത്മീയ പിതാവിന്റെ ഭാവി രക്തസാക്ഷി മരണത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ പൗലോസിനെ സംബന്ധിച്ച് അതൊരു പദവിയും ഫിലിപ്പിനെ സംബന്ധിച്ച് 2:18 വായിക്കുന്ന പോലെ പൗലോസിലൂടെ ആസ്വാദിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളായിരിക്കും. രക്തസാക്ഷിത്വം ഒരു പദവിയും രക്തസാക്ഷികളുടെ രക്തം സഭയെ മുന്നോട്ട് നയിക്കുന്ന ഊർജവും ആകിയാല് വിലപിക്കുവാനോ പരാതി പറയുവാനോ തുനിയാതെ തന്റെ ആത്മപരിത്യാഗത്തിന്റെ ഫലം ഓർത്ത് അവർ സന്തോഷിക്കും, അഭിനന്ദിക്കുമാണ് വേണ്ടത്. ഹല്ലേലൂയ. പൗലോസ് ക്രിസ്തുവിന്റെ മനോഭാവം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പാനീയകമായി ഒഴിക്കപ്പെടുവാൻ തയ്യാറായെങ്കിൽ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മളാലാവും വിധം അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യാമെന്നൊക്കെ ത്യാഗമനോഭവത്തോടെ ചെയ്യാൻ നമുക്കും ഇടിയായി തീരട്ടെ. അത് അതിനായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണക്കേണ്ടതിന് തിമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവെ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യയുക്തനായി എനിക്ക് മറ്റാരുമില്ല എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മാതൃക, ഈ അപ്പോസ്തലൻ പൗലോസിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മാതൃകാ പുരുഷനായ പൗലോസ് നമുക്ക് പറയാൻ സാധിക്കും. രക്ഷ പ്രാപിച്ചതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രവൃത്തിയും ക്രിസ്തുവിന്റെ നിസ്വാർത്ഥ മനസ്സിന്റെ പ്രതിഫലനവും ഒത്തിണങ്ങിയ ഒരു ജീവിതശൈലിയുടെ ഉടമകളായ 3 പേരുടെ ഉദാഹരണങ്ങൾ ഫിലിപ്പിയർ 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. എക്കാലത്തെയും ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഇവരൊരു ഉത്തമ മാതൃകകളായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ 3 പേരിൽ ഒന്നാമത് പൗലോസ്, രണ്ടാമത് തിമോഥെയോസ്, മൂന്നാമത് നമുക്ക് എപ്പഫ്രോദിത്തോസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് പറഞ്ഞ പൗലോസിന്റെ പേര്. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ മധ്യേ താൻ ഏറെ കഷ്ടതകളിലും പീഡനങ്ങളിലും പ്രയാസങ്ങളിലും കടന്നു പോകേണ്ടായി വന്നു. എന്നാൽ ഏത് കഠിന സാഹചര്യങ്ങളുടെയും മധ്യയും തന്നെ കുറിച്ചുള്ള ദൈവവിളി സംശയിക്കാതെ അവസാനം വരെ തന്റെ വിളിയിൽ ഉറച്ചു നിൽക്കേണ്ടത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടിയുള്ള തന്റെ ഓട്ടം നന്നായി പൂർത്തീകരിക്കുന്ന പൗലോസ് ഇടയായി തീർന്നു. തന്റെ സുവിശേഷ പോർക്കളത്തിലെ
സധൈര്യമുള്ള നിലപാട് തന്റെ കൂടെ സുവിശേഷമേൽ അധ്വാനിച്ചവർക്കും താൻ ബന്ധപ്പെട്ടിരുന്ന സകലർക്കും മാത്രമല്ല ഇന്നുമുള്ള ദൈവജനത്തിന് ധൈര്യം പകരുന്നതാണ്. ഹല്ലേലൂയ. താൻ മുഖാന്തരം സ്ഥാപിതമായ സഭകളുടെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് പൗലോസ് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ലേഖനങ്ങൾ എഴുതി അവർ ധൈര്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും നിത്യരായി ചെന്നെത്തണമെന്നായിരുന്നു അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നത്. മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും അസൂയ കൂടാതെ പൗലോസ് പുകഴ്ത്തുകയും ചെയ്യുന്നവ കാണാൻ സാധിക്കും. യഥാർത്ഥ ദൈവകൃപ ഒരുവരെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പൗലോസ് ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് ഒരു യാഥാസ്ഥിക യഹൂദനും ഒരു പരീക്ഷണമായിരുന്നു. എന്നിട്ടും അപ്പോസ്തല പ്രവൃത്തികൾ 16:1 പറയുന്ന പോലെ സങ്കര ജാതിക്കാരനായ തിമോത്തിയോസിന്റെ പിതാവ് യവനായ ജാതിക്കാരനാണ്, പുറം ജാതിക്കാരനാണ്. അതുപോലെ പുറം ജാതിക്കാരനെ എപ്പഫ്രോദിത്തോസിനെയും സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് അവരോട് ഒന്നിച്ച് ജീവിക്കാനിടയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് താൻ പരീക്ഷനായിരുന്നു. അപ്പം യഹൂദന്മാരുടെ സകല പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് ഇപ്രകാരം ഒരു മാറ്റം ഭവിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെയുള്ള പുറം ജാതിക്കാരോടൊപ്പം ജീവിക്കുവാനും അവരെ സ്നേഹിച്ച് അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കാനിടയായി തീർന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പൗലോസിൽ വന്ന വലിയൊരു മാറ്റമാണ്, രൂപാന്തരമാണ് എന്ന് വിളിച്ച് അറിയിക്കുന്നത്. അങ്ങനെ കൂട്ടുവേലക്കാരെ തുറന്ന ഹൃദയത്തോടെ പ്രശംസിക്കുന്ന ആ ഹൃദയവിശാലത എത്രയോ ശ്രേഷ്ഠമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നും പലയിടങ്ങളിലും ദൈവജനങ്ങളുടെ മധ്യത്തിൽ ഉച്ച നീചത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് അറിയാതെ അതൊക്കെയും മാറ്റിവെക്കുവാൻ ദൈവം തന്റെ ജനത്തെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കാരണം അങ്ങ് നിത്യയിൽ ചെല്ലുമ്പോൾ അവിടെ ഉച്ച നീചത്വങ്ങളൊന്നുമില്ല. കർത്താവ് രക്തം ചൊരിഞ്ഞത് ലോകത്തിലുള്ള സകല ആളുകൾക്കും വേണ്ടി. അവിടെ ഭാഷയും അല്ല ജാതികളോ വംശങ്ങളോ ഒന്നും വ്യത്യാസമില്ല. അത് എല്ലാവർക്കും വേണ്ടിയാണ് രക്തം ചൊരിഞ്ഞത്. അതിനാൽ ആ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ടവര് അവരെല്ലാവരും ഒരുപോലെയുള്ള ദൈവദൃഷ്ടിയുള്ള കാര്യം മറന്നു പോകരുത്. ഈ യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന യാഗമകത്തിന്റെ തൊലിയൊക്കെ ഉരിച്ചിട്ടാണ് യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ തൊലി ഉരിക്കുന്നതിന് മുമ്പ് അതിന് ഒരുപക്ഷെ കറുപ്പും വെള്ളയും അങ്ങനെ പല നിറം കാണും. തൊലി ഉരിക്കാതെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നെങ്കിൽ ഒരാൾക്ക് പറയുക അതുകൊണ്ട് എന്റെ കാളയായിരുന്നത് ആ കറുപ്പും വെള്ളയും ഉള്ളത്, അത് എത്ര വിലപിടിപ്പുള്ളതെന്ന് അറിയാം, അതിന് ഞാൻ കൊടുത്തു എന്നൊക്കെ പറയാൻ കഴിയും. എന്നാൽ യാഗപീഠത്തിൽ ചെല്ലുമ്പോൾ എല്ലാത്തിനും ഒരു നിറമാണ്. കാരണം തോലുരിച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നത് എല്ലാത്തിനും ഒരേ നിറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവത്തിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ആ നിലവാരമാണ്, സ്റ്റാൻഡേർഡാണ്. അങ്ങനെയായിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. അവിടെ ഉച്ചനീചത്വമൊന്നും ഉണ്ടാകുവാൻ പാടില്ല. അതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വായിക്കുന്ന പോലെ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധമല്ല, ദൈവത്തിന് ഹിതമാവണം, മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തവ്യം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും അധ്യക്ഷം ചെയ്യുമെന്ന് അപ്പോസ്തലൻ പത്രോസ് പറയുന്നുണ്ട്. സ്ഥലസഭകളെ പൗലോസ് തന്റെ അധികാരം ഉപയോഗിച്ച് ഭരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ സഭകളെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു നല്ല ഇടയനായി പൗലോസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലേഖനത്തിലുടനീളം പൗലോസിനെ ഒരു മാതൃക ക്രിസ്ത്യാനിയായി, ഒരു മാതൃക അപ്പോസ്തലനായി, ഒരു മാതൃക ഇടയനായി നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തീയ സഭകളില് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നവർ വചനം പ്രസംഗിക്കുക മാത്രമല്ല, തങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തെ ഒത്തവണ്ണം ജീവിക്കുകയും വിശ്വാസികളുടെ ആത്മീയവും ഭൗതികവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ശ്രദ്ധാലുക്കളും ആയിരിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ അവരാരെങ്കിലും ക്ഷീണത്തിലും മനോഭാരത്തിലും ആയിരിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ഭാരമേറിയ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നവരെ അവർക്ക് കൈത്താങ്ങൽ നടത്തേണ്ടതും ആവശ്യമാണ്. പലപ്പോഴും പൗലോസിനെ പോലുള്ള നല്ല ആളുകൾ നേതൃസ്ഥാനങ്ങളിൽ ദുർലഭമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലർ നന്നായി തുടങ്ങും, എന്നാൽ ഇടയ്ക്ക് വെച്ച് അവരുടെ ലക്ഷ്യം തെറ്റി അഥവാ മോട്ടീവ്സിന് മാറ്റങ്ങൾ സംഭവിക്കുകയും ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു ഇടയായി തീരും. ചിലർ തുടങ്ങുമ്പോൾ നല്ല രീതിയിലൊക്കെ തുടങ്ങും. ഒരുപക്ഷെ പിന്നീട് വരുമ്പോഴത്തേന് ആ സാമ്പത്തിക നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതറിപ്പോയിട്ട് അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ട്. അതിനാണ് സാത്താന്റെ ശ്രമം. അതാണ് സാത്താന്റെ തന്ത്രങ്ങൾ. അതാണ് എങ്ങനെയും വ്രതന്മാരെ വഴിതെറ്റിക്കുക. അതിനുള്ള ശ്രമങ്ങളുണ്ട്. അത് നമുക്കെതിരെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നാമും ഓരോ ദിവസവും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ പരമയുടെ രാക്കിലേക്കായിട്ട് നമ്മൾ ഓടുമ്പോൾ ആ ലക്ഷ്യം തെറ്റാതെ ഓടുവാൻ, അത് ഏതൊക്കെ ഡിസ്ട്രാക്ഷൻ അവിടെ വന്നാലും ശത്രു നമ്മളെ ആ ലക്ഷ്യത്തിന് നമ്മളെ തെറ്റിക്കുവാൻ ശ്രമിച്ചാലും അത് തെറ്റിപ്പോകാതെ നേരായ പാതയിൽ ദൈവനാമത്തിൽ നിന്നുകൊണ്ട് ആ ഓടി ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നേക്കണം. നമുക്കിടയായി തീരണം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവേശുള്ള ഭാവത്തോടെ ആയിരിക്കുന്നവരാണ് യഥാർത്ഥ ഇടയന്മാർ. ക്രിസ്തുവേശുവിൽ കാണുന്ന പോലെ തങ്ങളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും
പ്രവർത്തനത്തിലും മരണത്തിലും അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്താനിടയായിത്തീരും. മരണശേഷം കാലങ്ങൾ ഏറെ കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ഉത്തമ മാതൃകയായും പ്രചോദനമായും അവർ നിലനിൽക്കും. അതാണ് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചു, നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞു പോയി. ഇന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രചോദനമായി, ഒരു ധൈര്യം നൽകുന്ന വ്യക്തിയായി, അല്ലെങ്കിൽ ഉത്തമ മാതൃകയായി, നല്ല പ്രബോധനങ്ങൾ നൽകിയ വ്യക്തിയായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നല്ല ജീവനോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് വളരെ അനുഗ്രഹപ്രദം. അത് തന്നെയാണ് ഇന്നത്തെ കാലത്തും. ആരെങ്കിലും ദൈവനാമത്തിന്റെ ശക്തിയോടെ നിന്നാല്, മാതൃകയോടെ നിന്നാല് അവരെ ദൈവം ഉയർത്തും. അനേകർ ആ വ്യക്തിയെ ഒരു മാതൃക ഉള്ള വ്യക്തിയായി കണ്ടിട്ട് അവരിലൂടെ ആ കർത്താവിലേക്ക് അടുത്തു വരും. രക്ഷിക്കപ്പെടാത്തവർ അവരുടെ ദിവസത്തിലേക്ക് അടുത്തു വരും. അതാണ് ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്ന. ഹല്ലേലൂയ. ഇപ്രകാരം നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസിന്റേത്. തന്റെ ജനത്തിനു വേണ്ടിയുള്ള ത്യാഗ മനോഭാവം തന്റെ വാക്കുകളിലും പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും ധാരാളം കാണുവാൻ കഴിയും. ഫിലിപ്പിയരുടെ വിശ്വാസമെന്ന യാതൊരുമേൽ തന്റെ സ്വന്തം രക്തം ഒഴിക്കുവാൻ പൗലോസ് തയ്യാറാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിനെ പോലെ അനേകം നേതാക്കന്മാരെ ദൈവ സഭകളുടെ ഇക്കാലങ്ങളിലും ദൈവം എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താൻ ഏറെ സ്നേഹിക്കുന്ന ഫിലിപ്പ് വിശ്വാസികളെ ഒന്നുകൂടെ നേരിൽ കാണുവാൻ പൗലോസിന് ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ അല്ലാത്തതിനാൽ തനിക്ക് പകരം തിമോത്തിയോസിനെ അയക്കുവാൻ പൗലോസ് തീരുമാനിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി ഇവിടെ പറഞ്ഞിരിക്കുന്ന തിമോത്തിയോസ് ആണ്. പൗലോസ് ശേഷം പിന്നീട് കാണുന്ന വ്യക്തിയാണ് തിമോത്തിയോസ്. തിമോത്തിയോസ് ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനെന്ന് കാണുകയാൽ പൗലോസ് തന്നെ കൂടെ രണ്ടാം മിഷണറി യാത്രയിൽ കൂട്ടുകാരായി അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അന്നു മുതൽ അവരൊരു പിതൃപുത്ര ബന്ധം പുലർത്തി വന്നായിട്ട് 1 കൊരിന്ത്യർ 4 അധ്യായം 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ എടുത്തു വായിക്കുന്നില്ല, നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. സുവിശേഷമായുള്ള കൂട്ടുവേലക്കാർ തമ്മിൽ ഗാഢമായ സ്നേഹബന്ധം നിലനിർത്തേണ്ട ആവശ്യമാണ്. തിമോത്തിയോസ് ഫിലിപ്പിയിലും തെസലോനിക്കയിലും ബെരോവിയയിലും കൊരിന്തിലും എഫേസോസിലും റോമിലെ കാരാഗ്രഹത്തിലും പൗലോസിന്റെ കൂടെ ശുശ്രൂഷകനായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൂലിക്കാരായ ഇടയന്മാരെ പോലെ സ്വാർത്ഥതയോ അവിശ്വസയോ ഒരിക്കൽ പോലും തിമോത്തിയോസ് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സഭകൾക്ക് പ്രോത്സാഹനമോ ശാസനയോ ഉൾപ്പെടെ ഉള്ള ലേഖനങ്ങൾ കൊടുത്തയക്കുന്നതിന് പൗലോസിന്റെ അസാന്നിധ്യത്തിൽ തിമോത്തിയോസിനെയാണ് അയച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തെസലോനിക്കയിലും കൊരിന്തിലും ഫിലിപ്പിയിലും തന്നെ അയച്ചിരുന്നതായി 1 തെസലോനിക്ക ലേഖനം അതിന്റെ 3 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ 1 കൊരിന്ത്യർ 4 അധ്യായം 17 വാക്യത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. വിശ്വസന്മാരെ തന്റെ കൂടെ കൂട്ടുകയും അവരെ തനിക്ക് പകരക്കാരായി സുവിശേഷ ദൗത്യങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം പൗലോസിന് ഉറപ്പായിരുന്നു, അവർ താൻ ചെയ്യുന്ന പോലെ പോയി കാര്യങ്ങൾ ചെയ്യും. അത് മാത്രമല്ല, അവർ രഹസ്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യും എന്നുള്ളത്. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2 അധ്യായം അതിന്റെ 19 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തടുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവ് ഈശോ ആശിക്കുന്നു. പൗലോസിന് വിശ്വാസികൾ ആത്മീയമായി എങ്ങനെയിരിക്കും അറിയുന്നതിന് ഏറെ താല്പര്യമുള്ള കാര്യമായിരുന്നു. അനേക വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പിനോട് 10 വർഷം മുമ്പേ താൻ സുവിശേഷം പറഞ്ഞു വന്നതിന് പൗലോസ് തൃപ്തിപ്പെടുന്നില്ല. അവർ ആത്മീയമായി വളർച്ച പ്രാപിച്ചുവോ, ആത്മീയ സന്തോഷത്തിൽ നിലനിൽക്കുന്നുവോ, വിശ്വാസത്തിൽ ഐക്യമായി നിലനിൽക്കുന്നുവോ എന്നുള്ള കാര്യങ്ങളാണ് തനിക്കറിയേണ്ടത്. അപ്പോൾ മാത്രമേ തന്റെ മനം തണുക്കുകയുള്ളൂ. ആത്മീയ പങ്കാളിത്തം എന്നതിൽ ആത്മീയ ഭൗതികമായ ക്ഷേമം പരസ്പരം അറിയുക എന്ന ഘടവും ഉൾക്കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിമോത്തിയോസിനെ ഫിലിപ്പിയിലേക്ക് അയക്കുന്നത് അവിടെ താമസിച്ച് പ്രവർത്തിക്കുവാനല്ല, പിന്നെയോ അവരെ സംബന്ധിച്ച് താൻ പ്രതീക്ഷിക്കുന്ന നല്ല വാർത്തയിൽ മടങ്ങി തന്റെ സമീപത്തെത്തുവാനാണ്. ഫിലിപ്പി ലേഖനം 2 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. ഇവിടെ തിമോത്തിയോസിനെ പറയുന്നതാണ് തുല്യ ചിത്തൻ, വൺ ഇൻ സ്പിരിറ്റ്. സ്വാർത്ഥതയും ലോകമയത്വവും അന്വേഷിക്കുന്ന ഈ ലോകത്തില് തിമോത്തിയോസ് തികച്ചും വ്യത്യസ്തനായി നമുക്ക് തിമോത്തിയോസിനെ കാണാൻ സാധിക്കും. തങ്ങൾക്ക് നന്നായി ആത്മീയ നേതൃത്വം നൽകുന്നവരെ പോലെ തുല്യ ചിന്തയും ആദർശവും ലക്ഷ്യവുമുള്ളവര് കൂട്ടുപ്രവർത്തകരായിരിക്കുന്നത് സഭയ്ക്കൊരു മുതൽക്കൂട്ടായിരിക്കും. പൗലോസ് ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവനായി സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുമ്പോൾ തന്റെ സഹപതനായ തിമോത്തിയോസും തുല്യചിത്തനായി അതേ ചിന്തയോടുകൂടി ഏക മനസ്സോടുകൂടി തന്നോട് സുവിശേഷവേൽ അധ്വാനിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പിനെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ പൗലോസ് മറ്റാരെയും കാണുന്നില്ല എന്നാണ് വായിക്കുന്നത്. തന്റെ സ്വന്തം കാര്യങ്ങളെക്കാൾ ഫിലിപ്പിയ വിശ്വാസികളുടെ കാര്യത്തില് പൗലോസിനെ പോലെ യഥാർത്ഥമായ താല്പര്യം തിമോത്തിയോസിനോട് പ്രകടമാക്കുന്നുണ്ട്. പരമാർത്ഥമായി എന്ന് പറയുമ്പോൾ ജന്മനാ ലഭിച്ച എന്നുള്ളൊരു അർത്ഥം നമുക്കവിടെ കാണാൻ സാധിക്കും.
യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തില്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നതല്ല, ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ വീണ്ടും ജനിച്ചവര് അവർ ഒരു പുതിയ സ്വഭാവത്തിന് ഉടമകളായിത്തീരും. വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതാണ് ഈ പറയുന്ന പരമാർത്ഥം എന്ന് പറയുന്നൊരു കാര്യം. ഇവിടെ വീണ്ടും ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങളിലൊന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു നിസ്വാർത്ഥ സേവകൻ ആയിട്ട് നമുക്ക് തിമോഥെയോസിനെ കാണാൻ സാധിക്കും. ഫിലിപ്പി ലേഖനം 2:21 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. അപ്പൊ തിമോഥെയോസിന് ഒരു ദാസന്റെ മനോഭാവം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിൽ മാത്രമല്ല, അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിലും താൻ ശ്രദ്ധാലുവായിരുന്നു. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുമ്പോൾ തിമോഥെയോസ് സമനസാലെ തടവറയിൽ പൗലോസിലൂടെ ക്രിസ്തുവിന്റെ കർഷകർക്ക് പങ്കുചേരുകയായിരുന്നു ചെയ്തത്. അന്നത്തെ തടവറ കഷ്ടങ്ങൾ നിറഞ്ഞാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞാണ്, തണുപ്പും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. എന്നാൽ തിമോഥെയോസ് സ്വയമായി തീരുമാനിച്ചിട്ട് അവിടെ ആ തടവറയിൽ ചെന്ന പൗലോസിന്റെ കൂടെ ആ കർഷകർക്ക് പങ്കുചേർന്ന് പൗലോസിനെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ഉത്കൃഷ്ടമായ ആ സ്വഭാവത്തെയാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടില് റോമിൽ നിന്നും ഫിലിപ്പിലേക്കുള്ള യാത്ര ദുഷ്കരമായിരുന്നാല് പൗലോസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ മറ്റാരും തയ്യാറായി കാണില്ല. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാഹനങ്ങളോ അല്ലെങ്കിൽ മെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ റോമിൽ നിന്ന് ഫിലിപ്പിയിലേക്ക് പോകണമെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്ത് പോവാൻ, അങ്ങനെ പോവാനായിട്ട് മറ്റാരും തയ്യാറായി കാണത്തില്ല. എന്നാൽ ആ ദൈവനാമ നിമിത്തമായി സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുവാൻ തിമോഥെയോസ് ഇവിടെ തയ്യാറായി നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പിയർ 1:21 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാനിവിടെ വായിച്ച പോലെ, എനിക്ക് ജീവിക്കുന്ന ദിവസവും മരിക്കുന്ന ലാഭവും വന്ന് പൗലോസിനെ ചേർന്നു. അതേസമയം 2:21 വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്ര എല്ലാവരും നോക്കുന്നത് നമ്മൾ വായിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലും ഇന്നും ചിലർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ചിലരോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പി ലേഖനം 2:22 കടന്നു വരുമ്പോഴേക്കും നമ്മൾ വായിക്കുന്നത്, അവനോ മകൻ അപ്പന് ചെയ്യുന്ന പോലെ എന്നോടുകൂടെ സുവിശേഷ വർഷത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസിന്റെ കാലഘട്ടത്തില് സുവിശേഷ വേലയിലുണ്ടായിരുന്ന ചിലരുടെ ഒരു ചിത്രം 2 തിമോഥെയോസ് ലേഖനം 4:10-16 വാക്യങ്ങൾ പൗലോസ് വരച്ചു കാട്ടുന്നുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിയിലേക്ക് പോയി. ക്രെസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് ഉള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകാൻ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തീക്കോസ് എന്നെ എഫെസോസിൽ അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു വന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലേഖനവും നീ വരുമ്പോൾ കൊണ്ടുവരിക. ചെമ്പോടിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കർത്താവിന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുടർന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർ കണക്കടായിരിക്കട്ടെ. അപ്പം സ്വസ്നേഹികളും ലോകസ്നേഹികളും സ്വാർത്ഥ താല്പര്യരും ദ്രവ്യാഗ്രഹികളുമായി ഒരു കൂട്ടം സുവിശേഷ വേലക്കാരെ അധപ്പതിച്ചു പോയപ്പോൾ തിമോഥെയോസ് പൗലോസിനോടൊപ്പം നിന്ന് സുവിശേഷ വർഷത്തെ ട്രാപ്പുകൾ അധ്വാനിക്കിടയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൗലോസ് തിമോഥെയോസിലെ സദ്ഗുണങ്ങളെ എടുത്തു പറഞ്ഞിട്ട് തിമോഥെയോസിനെയും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അവിശ്വാസരായി തീർന്ന ഈ മേൽപ്പറഞ്ഞ ചിലരെയൊക്കെ താരതമ്യം ചെയ്ത് കാണിക്കുകയാണ്. ഒരു നല്ല സുവിശേഷ വേലക്കാരൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുകയാണ് അപ്പോസ്തലൻ പൗലോസിനോട് ചെയ്യുന്നത്. ഒരുവന്റെ അനുസരണം, സമർപ്പണം, വിശ്വസ്തത, സേവന തൽപരത ഇവയൊക്കെ ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങളാണ്. അവൻ എന്നെ സേവിച്ചു എന്നല്ല അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, പിന്നെയോ എന്നോട് സേവ ചെയ്തു, എന്നോട് കൂടെ സേവ ചെയ്തു എന്നാണ് തിമോഥെയോസിനോട് പറയുന്നത്. വിധേയത്തോളം മനസ്സും പരസ്പര ബഹുമാനവും വിനയവും ഉണ്ടെങ്കിൽ ഇന്ന് ക്രിസ്ത്യൻ സഭകൾ കാണുന്ന നിരവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേക്കും. തിമോഥെയോസ് ഒരു സഹപ്രവർത്തനായിരുന്നെങ്കിലും പൗലോസിന്റെ ആജ്ഞകൾക്കും നിയന്ത്രണത്തിനും വിധേയമായി ഒരു മകനെ പോലെയാണ് സുവിശേഷ വേലയിൽ പൗലോസിനോട് ഇടപെട്ടിരുന്നത്. ഒരു സുവിശേഷം ലഭിക്കേണ്ട പരിശീലനം തിമോഥെയോസ് ലഭിച്ചത് പൗലോസിൽ നിന്നായിരുന്നു. അവൻ ലൂസ്ത്രയിലും ഇക്കോനിയിലുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ 16:2 നാം വായിക്കുന്നുണ്ട്. ചില വർഷങ്ങൾക്ക് ശേഷം പൗലോസ് പറയുന്നു ഫിലിപ്പർ 2:22 അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ, അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഇസ് പ്രൂവൻ ക്യാരക്ടർ. 22-ാം വാക്യത്തിലെ സിദ്ധത എന്നതിന്റെ ശോധന ചെയ്ത് തെളിയിക്കപ്പെട്ട അവസ്ഥ എന്ന് അർത്ഥമാക്കുന്നുണ്ട്. കാരണം കുറെ നാളുകളെടുത്ത് ആ ഒരുക്കപ്പെട്ട ഒരവസ്ഥ.
22 സിദ്ധത എന്നതിന്റെ ശോധനയിൽ തെളിയിക്കപ്പെട്ട അവസ്ഥ എന്നാണ് അർത്ഥമാക്കുന്നത്. ആത്മീയമായും ധാർമ്മികമായും പരിശോധനയുടെ അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു വിശ്വസ്ത ക്രിസ്തീയ വേലക്കാരൻ തിമോത്തിയോസ്. ഹല്ലേലൂയ. നമ്മളെയും പലപ്പോഴും ദൈവം പലവിധമായ പരിശോധനയുടെ അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ കടത്തിവിടുമ്പോൾ അതിന്റെ പിന്നുള്ള ഉദ്ദേശം എന്താണെന്ന് മറന്നു പോകരുത്. നമ്മെ ചിലതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുക്കിയെടുക്കുന്ന നമ്മളുടെ സിദ്ധത വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മെ ചില വൻകാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ വേണ്ടി നമ്മെ കടത്തിക്കൊണ്ടുവന്ന സാഹചര്യങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പം ആ ദിവസം താനിരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മെ ആ കഷ്ടത്തിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർത്ത് നമ്മെ ദൈവം കരകെടുത്ത് ഉപയോഗിക്കാൻ തീരും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തില് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് തിമോത്തിയോസിനെ പോലെ ഉള്ള സമർപ്പണവും ദർശനമുള്ള യുവാക്കന്മാരുടെ. ഹല്ലേലൂയ. തിമോത്തിയോസ് എന്നതിന് ദൈവത്താൽ ബഹുമാന്യൻ, വിലമതിക്കപ്പെട്ടവൻ, ആരാധകൻ എന്നെല്ലാം അർത്ഥമുണ്ട്. തിമോത്തിയോസിന്റെ അധ്യക്ഷൻ അഥവാ ബിഷപ്പ് എന്നതിൽ ദീർഘകാലം കർത്താവിനെ സേവിച്ചു. ഇബ്രാഹിം 13:23 സഹോദരനെ തിമോത്തിയോസ് തടവിൽ നിന്നിറങ്ങി എന്ന് അറിവിൽ അവൻ വേഗത്തിൽ വന്നാൽ അവനുമായി നിങ്ങൾ വന്ന് കാണും എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രക്തസാക്ഷി മരണത്തോടുകൂടി തന്റെ അന്ത്യം കുറിച്ചു എന്ന് പാരമ്പര്യം പറയുന്നു. ലോകം സുവിശേഷവാഹികളെ പലപ്പോഴും ചങ്ങലയാൽ ബന്ധിച്ചു എങ്കിലും സുവിശേഷത്തെ ബന്ധിക്കുവാൻ ലോകത്തിന്റെ ശക്തിക്ക് സാധ്യമായിട്ടില്ല. കാരണം സുവിശേഷത്തിനോ ബന്ധനമില്ല എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് അധികം സമയമില്ലല്ലോ, അവിടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഫിലിപ്പിയർ 2:16 നമ്മൾ വായിച്ചു തുടങ്ങിയാണ്. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തു നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഒരുവന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള അധ്വാനം ഫലപ്രദമായിരുന്നു എന്നും അതിന്റെ ലക്ഷ്യത മോട്ടീവ് ദൈവനാമത്വമായിരുന്നു എന്നും വെളിപ്പെടുന്ന അവസരമാണ് ക്രിസ്തുവിന്റെ നാമം നമുക്ക് ചിന്തപ്പെടയാച്ചതല്ലോ. ജീവിതം ഒരു ഗൃഹവിചാരണത്വമാണ്. ഗൃഹവിചാരന്മാർ വിശ്വസ്തരായിരിക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുവാൻ ദൈവസന്നിധിയില് ജീവിതം ഒരു കെട്ടിട നിർമ്മാണം പോലെയാണ്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണം, ത്യാഗം, അധ്വാനം എന്നിവയുടെ ലക്ഷ്യം അഥവാ മോട്ടീവ് ദൈവനാമത്വം മാത്രമായിരിക്കട്ടെ. ജീവിതം ഒരു മത്സര ഓട്ടമാണ്. നമ്മൾ ചിന്തിച്ചു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്, അതാണ് നമ്മുടെ ഓട്ടത്തിന്റെ പരമലക്ഷ്യം. ഓട്ടം ജയിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചവര് തങ്ങളുടെ നീതി കിരീടം പ്രാപിക്കണേ നമ്മളും പ്രാപിക്കും എന്നൊക്കെ വിചാരിച്ചിരട്ടെ. ക്രിസ്തുവിന് ഒരാരംഭമുണ്ട്, ക്രിസ്തുവിന് ഒരു പാതയുണ്ട്. ഓട്ടക്കാരൻ ഓടേണ്ടത് കൃത്യമായ ഒരു പാതയുള്ളതുപോലെ ഞാനാണ് വഴി എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു കണ്ട പാതയിലൂടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ യാത്ര തൊട്ടുക, നമ്മുടെ ഓട്ടം ഓടുവാൻ, നമ്മുടെ ഓട്ടം തിരിക്കുവാൻ തക്കണ്ട ഇടയാച്ചിട്ടെ. അവിടെ ഏതൊക്കെ ശത്രുവിന്റെ തന്ത്രങ്ങൾ നമുക്കെതിരെ വന്നാലും അതിന്റെ എല്ലാം മധ്യത്തിൽ പതറാതെ ഉറപ്പോടെ നേരിട്ടോടെ നിൽപ്പാന് നമ്മുടെ ഓട്ടത്തിന്റെ അവസാനം ഓടിച്ചേക്കാൻ സഹായിക്കുവാനാട്ടെ. ക്രിസ്തുവിന്റെ ലക്ഷ്യമുണ്ട്. നമ്മൾ ചിന്തിച്ചു ഓട്ടക്കളത്തിന് ഓടുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ആക്കാക്കിയാണ് അവർ ഓടുന്നത്. ഓട്ടത്തിന്റെ അല്പമെങ്കിലും പാത തെറ്റിയാൽ ഓടുന്നയാൾ ലക്ഷ്യത്തിലെത്തോട്ട് കഴിയാതെ പോകും. അവിടെ പാത തെറ്റാതെ പാതയിൽ നിന്ന് മാറിപ്പോകാതെ ഓടുവെന്നൊക്കെ ഉണ്ടോ. നമ്മെ ദൈവങ്ങളിൽ നമ്മെ സഹായിക്കുമാറട്ടെ. ക്രിസ്തുവിന്റെ ഫലപ്രാപ്തിയുണ്ട്. ദൈവന്റെ പ്രകാരം ക്രിസ്തുവിനെ നയിക്കുന്ന ഒരു വിശ്വാസി തന്റെ ജീവിതാന്ത്യത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ എന്തായിരുന്നു തന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യം വെച്ചത് അത് പ്രാപിക്കുന്നിടയിൽ നമ്മളും പ്രാപിക്കാൻ തൊക്കൊണ്ട് ഓടുന്നവരായി ആ ഫലപ്രാപ്തിയുള്ളവരായി തീരുവെന്നൊക്കണം നമ്മെ ദൂരങ്ങൾ ഏൽപ്പിക്കാം. നമ്മെ എല്ലാവരും ഈ വചനങ്ങൾ രാത്രികാലം ധാരാളം അനുഗ്രഹിക്കാൻ സഹായിക്കുന്നത് പ്രാവശ്യം വാക്കുകൾ ചുരുക്കുന്നു. ദൈവങ്ങളിലേക്ക് സഹായിക്കുമാറാട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. രാത്രികാലായി സ്ഥിരമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ വചനത്തിലൂടെ അനുഗ്രഹിച്ചുവല്ലോ. വചനത്തിന്റെ വാതിൽ അങ്ങോട്ട് വിലപ്പെട്ട ഭക്തന് ദൈവം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ 22 വരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വാക്യങ്ങൾ വായിച്ച് അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം കൊണ്ടുവന്ന് ഈ രാത്രികാലം നമ്മളെ ഹല്ലേലൂയ കേൾപ്പിച്ച വിലപ്പെട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം എന്ന യാഗം രക്തമൊഴിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, സ്തോത്രം, യാഗത്തിന്റെ പ്രാധാന്യത ഹല്ലേലൂയ യാഗം കഴിക്കുന്ന ഹല്ലേലൂയ ക്രിയയെ അല്ല അതിനുപയോഗിക്കുന്ന വസ്തുവിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ യാഗവസ്തു ഹല്ലേലൂയ ഫിലിപ്പിയരുടെ ഹല്ലേലൂയ വിശ്വാസമാണ്. അത് അർപ്പിക്കുന്നതിന് പൗലോസ് താൻ തന്നെ പാനീയയാഗമാകാൻ ഇഷ്ടപ്പെടുകയാവുന്ന. സ്തോത്രം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ ഹോമയാഗത്തോട് ചേർത്താണ് പാനീയയാഗം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അത് കാണുവാൻ സാധിക്കുന്നു. 29-ാം അധ്യായത്തിലൊക്കെയും ഹല്ലേലൂയ, സ്തോത്രം, സംഖ്യാപുസ്തകം ആ ഭാഗത്തൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ഹോമയാഗത്തിലെ ഒരു ചെറിയ അംശമാണ് പാനീയയാഗം. അതിന് എണ്ണയും വീഞ്ഞും ഉപയോഗിച്ചു പോന്നു. നാം
ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ മഹാദൈവത്തിന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതിരമലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവരാകുന്നു. എപ്പോഴും അതിരമലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ അങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. ഫിലിപ്പിയയിലെ പുരോഹിതന്മാരാകുന്ന വിശ്വാസിയുടെ സാക്ഷ്യവും സേവനമാകുന്ന യാഗത്തോട് ഹല്ലേലൂയ തന്റെ രക്തം പാനീയമായി ഒഴിക്കപ്പെടുന്നതിനുള്ള പൗലോസ് അപ്പോസ്തലന്റെ സന്നദ്ധത എത്ര മഹത്തരമെന്ന് വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ തങ്ങളുടെ ഗുരുവിന്റെ രക്തസാക്ഷി മരണത്തിൽ ഹല്ലേലൂയ സന്തോഷിക്കുവാൻ ഫിലിപ്പിയർക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ എന്നാൽ ഈ ആത്മത്യാഗം ഹല്ലേലൂയ സ്തോത്രം ഒരു സന്തോഷമായി അതിൽ പങ്കുചേരുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യാവും. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ന്യായപ്രമാണത്തിൽ പെടാത്ത 8 യാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആത്മീയ യാഗം, ഹല്ലേലൂയ സ്തോത്രയാഗം, നീതിയാഗം, ശരീര സമർപ്പണയാഗം, സൗരഭ്യ വാസനയായ യാഗം, വിശ്വാസമെന്ന യാഗം, ഹല്ലേലൂയ നന്മയും കൂട്ടായ്മയായിരിക്കുന്ന യാഗം, ജാതികൾ എന്ന യാഗം. ഹല്ലേലൂയ സ്തോത്രം. തുല്യയുക്തനായ തിമോത്തിയോസിനെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദർബയോ ലുസ്രയോ ആയിരിക്കാം തിമോത്തിയോസിന്റെ ജന്മനാട്. ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ പിതാവ് യൗവനായിരുന്നെങ്കിലും അമ്മ യഹൂദ്യ സ്ത്രീയായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്ന. അപ്പോസ്തലത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ പ്രകാരം പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് വന്ന തിമോത്തിയോസ് പൗലോസിന് ഹല്ലേലൂയ സ്തോത്രം പൗലോസിന് പ്രിയ മകനായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തനിക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ അയക്കുന്നതായി നമ്മൾ കാണുവാൻ സാധിക്കുന്നു. പറയുക ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൽ സ്തോത്രം. സ്തോത്രം. ഫിലിപ്പിയിലും അയച്ചു. ഹല്ലേലൂയ സ്തോത്രം. ലേഖനം 13:29 പ്രകാരം ജയിലിലും അടക്കപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ഇത്ര വലിയ ദർശനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. തുല്യചിത്തനായി കരുതുവാൻ തക്കവണ്ണം പൗലോസിന്റെ ഹൃദയപ്രകാരമുള്ള ഹല്ലേലൂയ മനുഷ്യനായിരുന്നത് ഹല്ലേലൂയ സ്തോത്രം ഒരു ചെറിയ കാര്യമല്ല. ദൈവമക്കളെ, ഹല്ലേലൂയ ദൈവഭക്തനായ ദാവീദ് പോലും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയപ്രകാരം സുവിശേഷത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നിന്ന് കഷ്ടം അനുഭവിക്കുന്നതിന് ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ ശ്രേഷ്ഠതയേറിയൊരു കാഴ്ചപ്പാട് ഇതിനകത്തേക്കാൾ നമ്മളെ പ്രവർത്തിച്ച വിലപ്പെട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമുക്ക് വലിയ പ്രവർത്തനമുള്ളവരായിരിക്കണം. നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം പതിലായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിലപ്പെട്ടതാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ അവരവരുടെ കാര്യം നോക്കുമ്പോൾ തിമോത്തിയോസ് ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നതിന് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് കഷ്ടം സഹിക്കുന്നതിനും ഒരു അടിമയെ പോലെ ഹല്ലേലൂയ പൗലോസിനെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുവാൻ തയ്യാറായെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതിനൊരു മുറയാദിക്കാരനായിരുന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ അവരെ എത്ര ഹല്ലേലൂയമായി എത്ര സ്നേഹം ഹല്ലേലൂയമായി കരുതുന്നു ആദരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ ഒരു വലിയ മാതൃകയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തോട് നാം പറ്റി നിൽക്കുന്നവരായി തീരുവാൻ ഇടയായിത്തീരുന്നു. വലിയ അവസരത്തോടെ ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് നമ്മളെ ഹല്ലേലൂയ നമുക്ക് ജീവൻ തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദീർഘായുസ്സ് മുഴുവൻ കണ്ണടയുമ്പോൾ കർത്താവിന്റെ മഹിമയുടെ സാക്ഷ്യമായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ ആ മഹാപ്രതിഫലം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കരുണയല്ല ആദ്യ സന്തോഷിക്കുന്ന ദിനമാകുന്നു. സ്തോത്രം. ഒരു മഹാപ്രതിഫലം ലഭിക്കും നിശ്ചയമെന്നാണ് ദൈവത്തിൽ മഹാത്മ്യം പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നമ്മൾ ഏൽപ്പിച്ച ശുശ്രൂഷ ഹല്ലേലൂയ സഭ്യസന്ധതയോടും പരമാർത്ഥതയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും നിർമ്മല ഹൃദയത്തോടും വിദ്യാർത്ഥിയുടെ വഴിപോട് ചെല്ലുവാൻ നമുക്ക് ഇടവരരുത്. ഹല്ലേലൂയ സ്തോത്രം.
ഉത്സാഹികളാകും നമ്മുടെ കർത്താവ് വന്ന് ഇന്ന് നോക്കുന്നത്. ഹാലേലൂയ. ഉത്സാഹത്തോടെ ഹാലേലൂയ സ്തോത്രം. ശുശ്രൂഷ ഒരു പാട്ട് പാടുന്നത് പോലും മഹാദൈവത്തിന്റെ ശുശ്രൂഷയാകുന്ന കാര്യം. ഒരു ചെറിയ ശുശ്രൂഷ തന്നാൽ അത് വിശ്വസ്തയോടെ നാം ചെയ്യുന്നവരായിരിക്കണം. ഹാലേലൂയ. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരയിലാക്കി തീർക്കുന്ന ദൈവമാകുന്ന സ്തോത്രം. ഹാലേലൂയ. വീട് കഴിയാനും ലഭിക്കുന്നെന്ന് പറയുന്നതും വിലപ്പെട്ട ശുശ്രൂഷ, ദൈവത്തിന്റെ ശുശ്രൂഷ. ചെറിയ ശുശ്രൂഷയായാലും വലിയ ശുശ്രൂഷയായാലും മഹാമൃതിയിലും ലഭിക്കും നിശ്ചയം. ഹാലേലൂയ സ്തോത്രം. രാത്രികാൽ സാഹിത്യ ഭക്തിന് കുടുംബമായ ദാസിയെ കുഞ്ഞുങ്ങളെ എന്റെ സഹോദര മകളെ കുടുംബക്കാരെയും ചേർത്തുകാരെയും ഏവരെയും പിടിവരുന്ന ദൈവസഭയെ ശുശ്രൂഷന്മാരെയും സ്റ്റാഫുകളും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓൺലൈനെത്തി അനുഗ്രഹിച്ച് ദൈവം നിർത്തിയിരിക്കുന്നു. ദൈവം കുത്തിപ്പണിച്ചിട്ട് ആഗ്രഹത്തിന്റെ ദൈവം മാനിച്ചിട്ട് കൈയുടെ പ്രവർത്തനത്തിന് സാധ്യമാക്കി കൊടുക്കട്ടെ. ഹാലേലൂയ. വീണ്ടും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുണ്യനായ ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, പ്രിയ ദൈവത്തിന്റെ വിലപ്പെട്ട സാഹിത്യം രാത്രികാല ഐശ്വര്യമായിട്ടുള്ള നിങ്ങളെ അനുഗ്രഹിക്കാമല്ലോ. പാടുവാൻ ഒരു വിലപ്പെട്ട ആശ്രയക്കരങ്ങളെ ഉപയോഗിച്ചു. ഹാലേലൂയ. പയ്യനെ ശുശ്രൂഷിപ്പാൻ ആലുകളുടെ വിലപ്പെട്ട ആശ്രയക്കരങ്ങളെ ശബ്ദങ്ങളെ അതിനെ കേൾപ്പിച്ചതിനായി നന്ദി കരയേറ്റുന്നു. ഹാലേലൂയ. മക്കളെ പിന്നെ അധികമായി പകരണമേ. ഹാലേലൂയ. ഒരു ദോഷം വരാതെ കുളപ്പെരുമാനിക്കണമെന്ന്. ഹാലേലൂയ. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുടുംബങ്ങളായി വ്യക്തികളായി കർത്താവിനെ കാത്തുകൊള്ളണമേ. അപകടത്തിന്റെ അനർത്ഥത്തിന്റെ എല്ലാം ഒരുമിച്ച് ഹാലേലൂയ കാത്തും. കുഞ്ഞാടിന്റെ രക്തം പൗരത്തിന്മേൽ, വാഹനങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, നാശമേൽ എല്ലാവരുടെ മേൽ ഒരു അടയാളമായിരിക്കണമേ. സംഹാരൻ മരണവും സന്തുഷ്ടൻ സാന്താൻ അന്ധകാര ശക്തി കാണാത്തതാൽ ദൈവത്തിന്റെ സൃഷ്ടിച്ച് പരിശുദ്ധാത്മാവിനെ നടത്തി പരിപാലിപ്പാൻ അനാഥിന്റെ പോയാൽ നടത്തുന്ന നിങ്ങളെ മുഴുവൻ മമ്മിക്കായി നിങ്ങളുടെ ഭാവനയൊക്കെയും ധന്യമായി അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളെയും കഴിയാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു. ദാസന്മാർ പൈതങ്ങൾ ലഭിച്ചമാരെല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രേരണ നിമിത്തം എത്രയോ അനുഗ്രഹ സമൃദ്ധിയാണ് അവിടുന്ന് പകരുന്നതിനായി നന്ദി കരയേറ്റുന്നു. രാത്രികാല സുഖം രാത്രിയിൽ എഴുന്നേറ്റ് തിരുമേനിയെ മാറ്റപ്പെടുത്തുവാൻ പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. എല്ലാ മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മഹത്വം കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭ്യസിക്കുന്നു. കേൾക്കണം. സ്വർഗ്ഗസ്ഥപിതാവേ. ദൈവത്തിന്റെ സ്നേഹം പുനരപ്പുകളായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസ്കൃതം രാത്രികാല സംബന്ധിച്ചുള്ളവേ ചിത്രന്മാരുടെ കർത്താവിന്റെ രണ്ടാമത്തെ മേൽനോക്കയുടെ പൂർണ്ണ കൃപയും സാന്നിധ്യവും ഞാൻ അടുത്ത ചില ആഴ്ചകൾ മിഷൻ ട്രിപ്പിനോടുള്ള ബന്ധത്തില് ഇന്ത്യയിലേക്ക് കടന്നു പോയായിരിക്കും. അപ്പം അതും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് പറയാൻ വിട്ടുപോയി. Thank you. God bless you. Have a blessed time. Blessed trip. Thank you. Bye. Good night.